ഓൾട്ടർനേറ്റീവ് പാത്സ്, അതായത് വേറിട്ട വഴികൾ എന്ന് നമുക്ക് പറയാം. ഗാന്ധിയൻ സമരമാർഗങ്ങൾ അല്ലെങ്കിൽ ഗാന്ധിയൻ സമര രീതികളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ നോക്കിയത്. അതായത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങി വന്ന ശേഷം നടത്തിയിട്ടുള്ള ആദ്യത്തെ 3 പ്രാദേശിക സമരങ്ങൾ, ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് സമരങ്ങളൊക്കെ. അതേപോലെ അതിനുശേഷം നടന്നിട്ടുള്ള ദേശീയ സമരങ്ങൾ ഏതൊക്കെയായിരുന്നു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഉണ്ട്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഉണ്ട്, അതേപോലെ ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇതൊക്കെ ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരങ്ങൾ. എന്നാൽ ഗാന്ധിയൻ ആശയങ്ങൾ മാത്രമല്ല ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്തുണ്ടായിരുന്നത്. ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്നും മാറി ചിന്തിച്ച, ഗാന്ധിയെ പോലെ സമാധാനത്തിന്റെ മാർഗം മാത്രം സ്വീകരിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയും എന്ന ഒരു വിശ്വാസം ഇല്ലാതിരുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ശക്തമായ രൂപത്തിൽ ആവശ്യപ്പെടണം. ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് തോക്കെടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ടും വേണ്ടി വന്നാൽ തോക്കെടുക്കണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകളും എവിടെയുണ്ട്? നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില പാതകളാണ്, ഓൾട്ടർനേറ്റീവ് പാത്സ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരിക്കലും ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണമായിട്ടുള്ളത്. ഒരുപാട് ആളുകളുടെ, എവിടെയും ഒരു ചരിത്രത്തിലും പേര് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത എത്രയോ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ സംഭാവന കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഗാന്ധി ഒരാൾ മാത്രമല്ല അതിന് പിന്നിലുള്ളത്. അപ്പൊ അങ്ങനെ ഗാന്ധിയൻ ആശയങ്ങളല്ലാതെ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച മറ്റു ചില ആശയങ്ങൾ ഉണ്ടായിരുന്നു, മറ്റു ചില ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് പാത്സ് അല്ലെങ്കിൽ വേറിട്ട വഴികൾ, ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്നും വേറിട്ട വഴികൾ. ഇവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകൾ നൽകിക്കൊണ്ടാണ് ഈ ഒരു ഭാഗം തുടങ്ങുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നു, to sound the order of retreat just when public enthusiasm was reaching the boiling point was nothing short of a national calamity. The principal lieutenants of the Mahatma, Deshabandhu Das, Pandit Motilal Nehru and Lala Lajpat Rai, who were all in prison, shared the popular resentment. I was with the Deshabandhu at that time, and I could see that he was beside himself with anger and sorrow at the way Mahatma Gandhi was repeatedly bungling. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, ചൗരി ചൗര സംഭവം നമ്മൾ പരാമർശിച്ചതാണ്. ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ള ചൗരി ചൗര സംഭവം. ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ്, ചൗരി ചൗര ഇൻസിഡന്റിന്റെ പേരിലാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പെട്ടെന്ന്, നിസ്സഹകരണ സമരം പെട്ടെന്ന് നിർത്തിവെക്കുന്നത്. അപ്പൊ ഈ ഒരു തീരുമാനം, ഈ ഒരു നിസ്സഹകരണ സമരം, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ രാജ്യത്ത് നടന്ന ആദ്യത്തെ ബഹുജന സമരമാണ് ഇത്, മാസ് മൂവ്മെന്റ് ആണ് ഇത്, നിസ്സഹകരണ സമരം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പൊ ഇത് ശക്തമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചൗരി ചൗര ഇൻസിഡന്റിന്റെ പേരിൽ ഗാന്ധിജി പെട്ടെന്ന് ആ ഒരു സംഭവം നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ആ ഒരു തീരുമാനം ഒരുപാട് ആളുകളെ ഗാന്ധിയുടെ ആശയങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയും ശക്തമായിട്ട് സമരം മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന്റെ പേരിൽ പെട്ടെന്ന് ആ സമരം തന്നെ നിർത്തലാക്കാൻ ഗാന്ധിജി പറഞ്ഞപ്പോൾ പലർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഗാന്ധിജിയുടെ ആ ഒരു തീരുമാനത്തിൽ സുഭാഷ് ചന്ദ്രബോസും ദേശബന്ധു മിത്ര, അതേപോലെ തന്നെ മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള നിരാശയാണ് ഇവിടെ സുഭാഷ് ചന്ദ്രബോസ് വിവരിക്കുന്നത്. Okay, this is how Subhash Chandra Bose responded to Gandhiji's decision to withdraw the non-cooperation movement following the Chowri Chowra incident. ഈ ചൗരി ചൗര സംഭവത്തിന്റെ പേരിൽ ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തലാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ഈ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്, ഗാന്ധിയുടെ ആ ഒരു തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, many such movements and persons who had difference of opinion towards the Gandhian approach to the struggle for independence also played crucial roles in attaining freedom for our country. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഗാന്ധിക്കോ ഗാന്ധിയുടെ ആശയങ്ങൾക്കും മാത്രമല്ല പ്രസക്തിയുള്ളത്, ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്നും മാറി ചിന്തിച്ച, ഗാന്ധിയുടെ പ്രവർത്തനങ്ങളല്ലാത്ത, ഗാന്ധിയുടെ പ്രവർത്തന രീതികളോട് ചേർന്ന് പോവാത്ത, കുറച്ചും കൂടി അക്രമത്തിന്റെ പാത സ്വീകരിച്ച, അതല്ലെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ട് ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ, അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടുള്ള ആളുകളും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗാന്ധിയൻ ആശയങ്ങൾ മാത്രമല്ല.
So their objective was also nothing but India's freedom from colonial clutches. അപ്പൊ ഇക്കൂട്ടരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന് തന്നെയാണ് അവരുടെയും ലക്ഷ്യം. പക്ഷെ രണ്ടും രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്തു എന്ന് മാത്രം. ഗാന്ധി സമാധാനത്തിന്റെ മാർഗത്തിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മുന്നോട്ട് പോയെങ്കിൽ കുറച്ച് ആളുകൾ, നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് ആളുകൾ ഏത് രൂപത്തിൽ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ബ്രിട്ടീഷുകാരോട് പിടിച്ചു പറിച്ചു വാങ്ങണം, സ്വാതന്ത്ര്യം നമ്മൾ പിടിച്ചെടുക്കണം എന്ന രൂപത്തിൽ മുന്നോട്ട് നീങ്ങി. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ആളുകളും ഗാന്ധിയൻ ആശയങ്ങളാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള ആശയങ്ങളാണെങ്കിലും ശരി, രണ്ടിന്റെയും ലക്ഷ്യം എന്തായിരുന്നു? ഇവിടെ പറയുന്നു, ദ ഒബ്ജക്റ്റീവ് വാസ് ഓൾസോ നത്തിങ് ബട്ട് ഇന്ത്യസ് ഫ്രീഡം ഫ്രം കൊളോണിയൽ ക്ലച്ചസ്. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ അല്ലെങ്കിൽ കോളനി ഭരണത്തിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്നത് തന്നെയാണ് അവരുടെയും ലക്ഷ്യം. അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കാൻ, ആരൊക്കെയാണ് അങ്ങനെയുള്ള ആളുകൾ, ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്ന് മാറി ചിന്തിച്ച വ്യക്തികൾ ആര്, പ്രസ്ഥാനങ്ങൾ ഏത് എന്നൊക്കെ നമ്മൾ നോക്കാൻ പോവാണ്. ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ഏരിയയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ കുറച്ച് പേരുകൾ കാണാം. CR ദാസ്, മോത്തിലാൽ നെഹ്റു, who opposed Gandhian idea of boycott movement, formed the Swaraj Party in 1923. അപ്പൊ രണ്ട് ആളുകളെ പറഞ്ഞു, ഒരു പാർട്ടി പറഞ്ഞു, വർഷം പറഞ്ഞു. ഓക്കെ, ഗാന്ധിയൻ ആശയങ്ങളിൽ നിന്നും വേറിട്ട് നിന്ന അല്ലെങ്കിൽ മാറി ചിന്തിച്ച പ്രസ്ഥാനങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓൾട്ടർനേറ്റീവ് പാത്സ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്, സ്വരാജ് പാർട്ടി. ഏത് വർഷം ഫോം ചെയ്യുന്നത്? 1923ലാണ്. സ്വരാജ് പാർട്ടി ഇൻ 1923. ആരാ ഫോം ചെയ്യുന്നത്? CR ദാസ്, മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റുവിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവാണ് മോത്തിലാൽ നെഹ്റു. അപ്പൊ CR ദാസ്, മോത്തിലാൽ നെഹ്റു, ഹു ഒപ്പോസ്ഡ് ഗാന്ധിയൻ ഐഡിയ ഓഫ് ബോയ്കോട്ട് മൂവ്മെന്റ്. ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ചൊരു കൺസെപ്റ്റ് ആണ് എന്ത്? ബോയ്കോട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. എന്ത് ബോയ്കോട്ട് ചെയ്യുക? ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബോയ്കോട്ട് ചെയ്യുക, ബഹിഷ്കരിക്കുക എന്നതായിരുന്നു ആ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു? ഈ CR ദാസും മോത്തിലാൽ നെഹ്റു ഒക്കെ ഗാന്ധിയുടെ ഈ ഒരു കൺസെപ്റ്റ്, ബോയ്കോട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, എല്ലാം ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ ആര് എതിർക്കുന്നുണ്ട്? ഈ രണ്ടാളുകൾ എതിർക്കുന്നുണ്ട്. അപ്പൊ അവർ ഫോം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് സ്വരാജ് പാർട്ടി ഇൻ 1923. ഓക്കെ, 1923ലെ സ്വരാജ് പാർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് they argued for making legislative assemblies as platforms for raising our voices instead of boycotting them, and they contested elections. ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ബോയ്ക്കോട്ട് ഇലക്ഷൻ. എന്ത് ചെയ്യുക? എല്ലാം ബോയ്ക്കോട്ട് ചെയ്യാണ്. ബ്രിട്ടീഷുകാരുടെ സ്ഥാപനങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുക, ബഹിഷ്കരിക്കുക, അവരുടെ ഉദ്യോഗങ്ങൾ ബഹിഷ്കരിക്കുക, അതേപോലെ ബ്രിട്ടീഷുകാർ നടത്തുന്ന ഇലക്ഷൻ, തെരഞ്ഞെടുപ്പുകൾ, അത് ബഹിഷ്കരിക്കുക. അങ്ങനെ എല്ലാം ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി അവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവരെന്ത് പറയുന്നു? They argued for making legislative assemblies as platforms for raising our voices instead of boycotting them, and they contested elections. എന്നാൽ അവർ വേറെ രൂപത്തിലാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് നമ്മൾ നിയമസഭകളൊക്കെ ബഹിഷ്കരിച്ച് ഇറങ്ങി പോരുകയല്ല വേണ്ടത്. പിന്നെയോ, ഇങ്ങനെയുള്ള നിയമസഭകളെ, അസംബ്ലീസിന്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദികളാക്കി മാറ്റണം. അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അതെല്ലാം ഉപേക്ഷിച്ച് ബഹിഷ്കരിച്ച് ഇറങ്ങി പോരുകയല്ല വേണ്ടത്. നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള വേദിയാക്കി, അവസരമാക്കി അതിനെ നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്തു? they contested elections. അവർ ഇലക്ഷനിലൊക്കെ മത്സരിക്കുകയും ചെയ്തു. ഗാന്ധിയൻ ആശയം എന്താ? ഇലക്ഷനിൽ മത്സരിക്കരുത്, നിയമസഭകൾ ബഹിഷ്കരിക്കണം. എന്നാൽ ഇവര് ഇലക്ഷനിൽ മത്സരിക്കുകയും നിയമസഭയിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ അവിടെ ഉന്നയിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ ശബ്ദമായി മാറുകയും ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഭാഗമാണ് എന്ത്? കറക്റ്റ് അല്ലെ? ഓക്കെ, ഗ്രാജുവലി ശ്രദ്ധിക്കുക. ഗ്രാജുവലി the opposition to Gandhian method of struggle intensified. അതായത് ഗാന്ധിയൻ ആശയങ്ങളോട് ഒരു ഭിന്നിപ്പ്, ഗാന്ധിയൻ ആശയങ്ങളുമായി സമരസപ്പെട്ടു പോവാത്ത ആളുകൾ വീണ്ടും വീണ്ടും സമൂഹത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, ദി ഒപ്പോസിഷൻ ടു ഗാന്ധിയൻ മെത്തേഡ് ഓഫ് സ്ട്രഗിൾ ഇന്റൻസിഫൈഡ്. ഗാന്ധിയൻ ആശയങ്ങളോട് വലിയൊരു താല്പര്യം കാണിക്കാത്ത ആളുകൾ സമൂഹത്തിൽ വീണ്ടും ഒരുപാട് വളർന്നു വരാൻ തുടങ്ങി. റവല്യൂഷണറീസ് ഫ്രം പഞ്ചാബ്, ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
revolutionaries from Punjab, Rajasthan, Uttar Pradesh, and Bihar gathered in Delhi and formed the HSRA, that is Hindustan Socialist Republican Association, in 1928. എന്താ പറയുന്നത്? പഞ്ചാബിലും രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും ഒക്കെയുള്ള വിപ്ലവകാരികൾ, ബീഹാറിലുമൊക്കെയുള്ള വിപ്ലവകാരികൾ ഡൽഹിയിൽ ഒരുമിച്ച് ചേർന്ന് ഒരു സംഘടന ഫോം ചെയ്തു 1928. ഏതാണ് സംഘടന? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, HSRA എന്ന് ഷോർട്ടാക്കി വിളിക്കാം. അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആണ്, അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ്, നമുക്ക് പരിചയമുള്ള ആളുകളാണ് ആരൊക്കെ? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് were at the hem of this movement. ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട പിന്നാളുകളാണ്, നേതാക്കന്മാരാണ് ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ. ഓക്കെ, ചന്ദ്രശേഖർ ആസാദ്, പിന്നെയുള്ള 3 പേരെ നമുക്കറിയാം, ഒരുമിച്ച് തൂക്കിലേറ്റപ്പെട്ടവരാണ്, ഭഗത് സിംഗ്, സുഖ്ദേവ് ആൻഡ് രാജ്ഗുരു. ഓക്കെ, അപ്പൊ ഏതാണ് സംഘടന? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ in 1928. Okay, then they floated a military wing called Republican Army. ഈ HSRAയുടെ കീഴിലുണ്ടായിരുന്ന ഒരു സായുധ സേനാ വിഭാഗം, ഓക്കെ, അവർക്ക് കീഴിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാനും പോരാടാനും വിപ്ലവം നടത്താനൊക്കെയുള്ള അവരുടെ സായുധ സേനാ വിഭാഗമാണ്, മിലിറ്ററി വിങ് ആണ് ഇത്, റിപ്പബ്ലിക്കൻ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമി നിന്നായി പോകരുത്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണ്. അപ്പൊ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ആർമിയാണ് ഇത്, റിപ്പബ്ലിക്കൻ ആർമി, അങ്ങനെ പഠിക്കുക. ഓക്കെ, സോ ഇവരുടെ HSRAയുടെ മിലിറ്ററി വിങ് ആണ് ഏത്? മിലിറ്ററി വിങ് ആണ് റിപ്പബ്ലിക്കൻ ആർമി. അതെന്തിനു വേണ്ടി ഉണ്ടാക്കിയതാ? ഫോർ ആംഡ് റെവല്യൂഷൻ, ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധം എടുത്തുകൊണ്ട് പോരാടാൻ വേണ്ടിയിട്ട്, സായുധ കലാപത്തിന്, സായുധ വിപ്ലവത്തിന് വേണ്ടി അവർ തയ്യാറാക്കിയതാണ് റിപ്പബ്ലിക്കൻ ആർമി. ഓക്കെ, their plan was, ശ്രദ്ധിക്കുക, their plan was to overthrow the colonial government through military action. എന്താണ്? അതായത് സൈനിക നടപടികളിലൂടെ, ഓക്കെ, ഇങ്ങനെയുള്ള മിലിറ്ററി ഓപ്പറേഷൻസിലൂടെ എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ ഇന്ത്യയിൽ നിന്നും തൂത്തെറിയുക, ഇന്ത്യയിൽ നിന്നും ദൂരെ എറിയുക. ആൻഡ് എസ്റ്റാബ്ലിഷ് എ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ റിപ്പബ്ലിക് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ഇന്നുള്ള നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ, ഒരു ഫെഡറൽ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന്. അതായത് കേന്ദ്രത്തിൽ ഒരു മന്ത്രിസഭയുണ്ട്, ഭരണ സംവിധാനമുണ്ട്, അതേ സമയത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം അധികാരങ്ങളുള്ള മുഖ്യമന്ത്രിമാരും അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം വേറെയുണ്ട്. അതാണെന്ത്? റിപ്പബ്ലിക്കൻ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫെഡറൽ റിപ്പബ്ലിക് ആക്കി ഇന്ത്യയെ മാറ്റുക, ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആരുടെ? HSRAയുടെ 1928 ഫോം ചെയ്ത HSRAയുടെ ലക്ഷ്യം അതായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തൂത്തെറിയുക. ഓക്കെ, ടു ഓവർത്രോ ദി കൊളോണിയൽ ഗവൺമെന്റ് ത്രൂ മിലിറ്ററി ആക്ഷൻ. ബ്രിട്ടീഷുകാരെന്ത് ചെയ്യുക? സായുധ വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തൂത്തെറിയുക, ദൂരെ കളയുക. ആൻഡ് എസ്റ്റാബ്ലിഷ് എ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിരുന്നു HSRAക്ക് ഉണ്ടായത്. അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് 1923 പിന്നെ സ്വരാജ് പാർട്ടി അല്ലെ 1923, പിന്നെ 1928 HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഓക്കെ, അതിന്റെ ലീഡേഴ്സിനെയും നമ്മൾ നോക്കി. പിന്നെ അതിനിടെ കൂടെ പെട്ടെന്ന് മറ്റൊരു സംഭവം ഇവിടെ പറയാണ്. ഇൻ ലാഹോർ, Bhagat Singh, Rajguru and Sukhdev shot to kill Saunders, the police officer who was responsible for the lathi charge that had led to the death of national leader Lala Lajpat Rai. എന്താ സംഭവം? ദേശീയ നേതാവായിരുന്ന, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന, പഞ്ചാബിന്റെ സിംഹം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാൽ ബാൽ പാൽ, സ്വദേശി മൂവ്മെന്റിന്റെ സമയത്ത് ലാൽ ബാൽ പാൽ എന്ന് പറയുന്ന ഒരു 3 നേതാക്കന്മാരെ നമ്മൾ പഠിച്ചിരുന്നു. ലാൽ ബാൽ പാൽ, ലാലാ ലജ്പത് റായ് ആണ് അതിലൊരാള്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ഇങ്ങനെ 3 പേരാ. അപ്പൊ അതിലൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാലാ ലജ്പത് റായ്, പഞ്ചാബിൽ നിന്നുള്ള. അപ്പോ ഈ ലാലാ ലജ്പത് റായ് ഒരു പോലീസ് ലാത്തി ചാർജിൽ പരിക്ക് പറ്റി, ആ പരിക്ക് വഷളായിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോ ഈ ലാലാ ലജ്പത് റായിയെ തന്റെ ഗുരുവിന് തുല്യം കണ്ടിരുന്ന, ബഹുമാനിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ആര്? ഭഗത് സിംഗ്.
അപ്പൊ ഈ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ആ പോലീസ് ലാത്തി ചാർജിന്റെ ഉത്തരവാദിയായിരുന്നു സൗണ്ടേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്റെ ഗുരുവിന് തുല്യം ആരാധിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആ ലാത്തി ചാർജ് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ, സൗണ്ടേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്തു? ലാഹോറിൽ വെച്ച് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖ്ദേവും കൂടി ചേർന്ന് വെടിവെച്ചു കൊന്നു. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഇൻ ലാഹോറിൽ വെച്ച് ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്. ആ പേരുകൾ നിങ്ങൾക്ക് അറിയാം. ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്, ഈ മൂന്നാളുകൾ ചേർന്ന് എന്ത് ചെയ്തു? ദേ ഷോട്ട് ടു കിൽ സൗണ്ടേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ, ബ്രിട്ടീഷ് പോലീസ് ഓഫീസറെ വെടിവെച്ചു. എന്തിനാ വെടിവെച്ചത്? Who was responsible for the Lathi charge that had led to the death of national leader Lala Lajpat Rai. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആ ലാത്തി ചാർജിന് ഉത്തരവാദി ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഇവര് വെടിവെച്ചു കൊന്നു. ഓക്കെ, അപ്പൊ ഈ വിഷയത്തിലാണ്, ഈ വെടിവെച്ച് കൊന്നതിന്റെ പേരിലാണ് ഭഗത് സിംഗും സുഖ്ദേവും രാജ്ഗുരുവും തൂക്കിലേറ്റപ്പെടുന്നത്. ഓക്കെ, അത് ഇവിടെ പറയുന്നതിന് മുമ്പ് മറ്റൊരു സെന്റൻസ് അവിടെ പറയുന്നത്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി. ലാഹോറിൽ ഇവർ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു. പിന്നെ മറ്റൊരു സംഭവം കൂടി പറയുന്നു, ഭഗത് സിംഗ് ആൻഡ് ബതുകേശ്വർ ദത്ത്. അതൊരു പക്ഷേ പുതിയ പേരായിരിക്കും, അതുകൊണ്ട് തന്നെ പ്രത്യേകം ഓർക്കുക. ഭഗത് സിംഗ് ആൻഡ് ബതുകേശ്വർ ദത്ത്, അല്ലെ, രണ്ടാളുകൾ. Bhagat Singh and Badukeshwar Dutt threw bombs at the Central Legislative Assembly to protest against the attempt to pass laws curtailing civil rights. ഈ രണ്ടാളുകൾ എന്ത് ചെയ്തു? അവർ വേഷം മാറി, ബ്രിട്ടീഷുകാരുടെ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് അവരെ പോലെ വേഷം മാറി എവിടേക്ക് ചെന്നു? ബോംബെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ബോംബെയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്താണോ അതിന് തുല്യമായിട്ടുള്ള സ്ഥാനമാണ് ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളെ പാർലമെന്റിൽ ചെന്ന് നമ്മളൊരു ബോംബിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അത് എത്രത്തോളം ഒരു സീരിയസ് ഇഷ്യൂ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ആര് ചെയ്യുന്നത്? ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും കൂടി ചെയ്യുന്നത്. സോ ദേ ത്രൂ ബോംബ്സ് അറ്റ് ദി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ്. അത് എന്തിനു വേണ്ടി അവർ ബോംബ് ഇട്ടത്? ആരെയും കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ഈ ബോംബിട്ടതിന്റെ മുകളിൽ ആരും മരണപ്പെട്ടിട്ടുമില്ല. പിന്നെയോ ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി അറ്റംപ്റ്റ് ടു പാസ് ലോസ് കർട്ടൈലിംഗ് സിവിൽ റൈറ്റ്സ്. ബ്രിട്ടീഷുകാർ നമ്മുടെ സിവിൽ റൈറ്റ്സ്, നമ്മുടെ പൗരാവകാശങ്ങൾ നമ്മുടെ പൗരാവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒരുപാട് നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പല അവകാശങ്ങളും പിന്നെ ഇല്ലാതാക്കുന്ന പല നിയമങ്ങളും ബ്രിട്ടീഷുകാർ പാസ്സാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മുടെ പിന്നെ അവകാശങ്ങളൊക്കെ പിന്നെ കർട്ടൈൽ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന നിയമങ്ങൾ പാസ്സാക്കുന്നതിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലക്കാണ് ഇവർ ആ ബോംബിട്ടത്, എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി. അങ്ങനെ ആ ബോംബിട്ടു. ഇവര് തങ്ങളുടെ മുദ്രാവാക്യങ്ങൾ, ദേശസ്നേഹ മുദ്രാവാക്യങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യങ്ങളും അവിടുന്ന് മുഴക്കി തങ്ങളുടെ ആശയങ്ങൾ പതിപ്പിച്ചിട്ടുള്ള പിന്നെ ലഘുലേഖകൾ അവിടെ വിതരണം ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവരെന്ത് ചെയ്യപ്പെട്ടു? അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് അവർക്കും ഉറപ്പാണ്, അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദേ വർ അറസ്റ്റഡ് ആൻഡ് സെന്റ് ടു ജയിൽ. അവര് ജയിലിലേക്ക് അവരെ മാറ്റുകയും ചെയ്തു. ഓക്കെ, പിന്നെ അടുത്ത സെന്റൻസ് പറയുന്നത് അവരെ തൂക്കിലേറ്റിയ കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഓർഡറിൽ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ബോംബ് ഇട്ടതിന്റെ പേരിലാണ് ഇവരെ തൂക്കിലേറ്റിയത് എന്ന്. പക്ഷെ അല്ല, ഈ ഒരു ബോംബിട്ടതിന്റെ പേരിൽ, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞതിന്റെ പേരിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അവർ ജയിലിലിരിക്കുന്ന സമയത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള സൗണ്ടേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത് ഇവരാണ് എന്നതിനുള്ള തെളിവുകൾ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സംഭവത്തിന്റെ പേരിൽ ബാക്കിയുള്ള ആളുകളെ കൂടി, അതായത് രാജ്ഗുരു ആൻഡ് സുഖ്ദേവ്, അവരെ കൂടി അറസ്റ്റ് ചെയ്യുകയും ഇവരെ 3 പേരെയും തൂക്കിലേറ്റുകയും ചെയ്തു. അതിൽ ആരുണ്ടായിരുന്നില്ല? നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ബോംബെറിഞ്ഞ ബതുകേശ്വർ ദത്ത് അതിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ വിട്ടയച്ചു. കാരണം നേരത്തെ പറഞ്ഞ കൊലപാതക കേസിൽ ആരില്ല? ബതുകേശ്വർ ദത്ത് ഇല്ല. ഓക്കെ, എനിവേ, ഓൺ മാർച്ച് 23, 1931, വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു ആൻഡ് സുഖ്ദേവ് were hanged to death by the British government. ചെറിയ പ്രായത്തിൽ യുവാക്കളായിട്ടുള്ള ഈ 3 പേരെയും ബ്രിട്ടീഷുകാർ ഒരുമിച്ച് തൂക്കിലേറ്റുകയാണ് ഉണ്ടായത് 1931 മാർച്ച് 23. ഓക്കെ,
അങ്ങനെ അവര് നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചു. Then given below are the names of some revolutionary organizations and their leaders who dedicated their life to attaining freedom for India. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിവെച്ചിട്ടുള്ള ചില വിപ്ലവ സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരുമാണ് താഴെ ഒരു ബോക്സിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടി ഓടിച്ചു നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിയൻ സമരങ്ങളല്ലാതെ മറ്റു ചില ആൾട്ടർനേറ്റീവ് പാത്സ്, റെവല്യൂഷണറി പാത്സ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഏറ്റവും ആദ്യം ഫോം ചെയ്തൊരു പാർട്ടിയാണ് 1923 സ്വരാജ് പാർട്ടി. അതിന്റെ ലീഡേഴ്സ് CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകൾ. അതേപോലെ അതിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ 1928 മറ്റൊരു സംഘടന HSRA ഓർ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അതിന്റെ ലീഡേഴ്സ് നമ്മൾ അറിയാവുന്ന ഈ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു, അതേപോലെ ചന്ദ്രശേഖർ ആസാദ് അല്ലെ. അവരുണ്ടാക്കിയിട്ടുള്ള അവരുടെ ഒരു ആംഡ് ബറ്റാലിയൻ അല്ലെങ്കിൽ ഒരു മിലിറ്ററി വിങ് ആയിരുന്നു ഏത്? റിപ്പബ്ലിക്കൻ ആർമി. അത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ രണ്ട് സംഘടനകളെ പറ്റി പറഞ്ഞ ശേഷം പിന്നെ രണ്ട് ഇൻസിഡൻസ് ആ പറയുന്നത്. രണ്ട് ഇൻസിഡൻസ്. ഒന്ന് ലാഹോറിൽ വെച്ച് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ സൗണ്ടേഴ്സ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്ന സംഭവം. രണ്ടാമത്തെ ഇൻസിഡൻസ് ബോംബെയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും കൂടെ ബോംബ് എറിഞ്ഞതും അവരെ അറസ്റ്റ് ചെയ്തതുമായിട്ടുള്ള സംഭവം. ഓക്കെ, ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ പറഞ്ഞു. ഇതൊന്നും എന്തല്ല, ഇതൊന്നും ഗാന്ധിയൻ സമരങ്ങളുമായി ചേർന്ന് പോകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ എന്ത് ഹെഡിങ് കൊടുത്തത്? ആൾട്ടർനേറ്റീവ് പാത്സ്, വേറിട്ട വഴികൾ എന്നുള്ള ഹെഡിങ് കൊടുത്തത്. അവസാനം ഇവരെ തൂക്കിലേറ്റിയ കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഏതൊക്കെയാണ് മറ്റ് ഇങ്ങനെയുള്ള സംഘടനകൾ, റെവല്യൂഷണറി ഓർഗനൈസേഷൻസും ലീഡേഴ്സും ഏതൊക്കെയാണ്? ഈ ബോക്സ് കാണുമ്പോൾ എക്സ്ട്രാ റീഡിംഗ് ആണെന്ന് കരുതണ്ട, പഠിക്കാനുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് കണ്ടിട്ടുണ്ട് ഇതിനുള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ നോക്കാം. അഭിനവ്, ഇത് ഈ പേരുകൾ മാത്രമേ പഠിക്കാനുള്ളൂ, അതിന്റെ ഡീറ്റെയിൽസ് ഇല്ല. അഭിനവ് ഭാരത് സൊസൈറ്റി, ആരാണ് സ്ഥാപകൻ? VD സവർക്കർ. ഓക്കെ, അഭിനവ് ഭാരത് സൊസൈറ്റി, VD സവർക്കർ. അനുശീലൻ സമിതി, രണ്ടാളുകളുണ്ട്, ബരീന്ദ്ര കുമാർ ഘോഷ് ആൻഡ് പുലിൻ ബിഹാരി ദാസ്. ദെൻ ഗദർ പാർട്ടി, ലാല ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, ശ്രദ്ധിക്കണം, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച വേറൊരു ആർമി ഉണ്ട്, അത് വെറും റിപ്പബ്ലിക്കൻ ആർമി. ഇവിടെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരാണ്? സൂര്യ സെൻ. ദെൻ അതേപോലെ ഒരു ഇന്ത്യൻ നാഷണൽ ആർമി നമുക്ക് പഠിക്കാനുണ്ട്, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമി അതാരാ? നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അതിന്റെ പ്രധാന നേതാവ്. പക്ഷെ രൂപീകരിച്ചത് അദ്ദേഹം അല്ല, അത് റാഷ് ബിഹാരി ബോസ് ആണ്. നമുക്കിവിടെ പഠിക്കാനുണ്ട്, അന്നേരം നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. Then, taking cue from the Russian Revolution, socialist ideologies started to spread in India in 1930s, and these ideas influenced a section of Congress activists. റഷ്യൻ വിപ്ലവം നമ്മൾ പഠിച്ചതാ ഫസ്റ്റ് യൂണിറ്റിൽ. ഈ റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് സോഷ്യലിസ്റ്റ് ഐഡിയോളജി ലോകത്തെമ്പാടും വ്യാപിച്ചു എന്നുള്ളൊരു കാര്യം. അപ്പൊ ഈ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ഇന്ത്യയിലുള്ള കുറച്ച് ആളുകളെയും വല്ലാതെ എന്ത് ചെയ്തു? സ്വാധീനിച്ചു. നമ്മുടെ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണല്ലോ അന്നത്തെ പ്രധാന പാർട്ടി. അപ്പൊ ഈ കോൺഗ്രസിനുള്ളിലുള്ള കുറെ ആളുകളെ സോഷ്യലിസം എന്നുള്ള ആശയം വല്ലാതെ സ്വാധീനിച്ചു. ഇവിടെ പറയുന്നു ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ ആൻഡ് അരുണ ആസഫ് അലി led the Congress socialist fraction within the Indian National Congress. അതായത് ഇവരൊക്കെ കോൺഗ്രസ്സുകാരാണ്, പക്ഷേ കോൺഗ്രസിനുള്ളിൽ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി വെച്ച് പുലർത്തിയ ആളുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ. നെഹ്റുവിനെ എന്ത് വിളിക്കാറുണ്ട്? കോൺഗ്രസ്സുകാർക്കിടയിലെ സോഷ്യലിസ്റ്റ് എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിലുള്ള ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ റഷ്യൻ വിപ്ലവത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഫലമായിട്ട് പിന്നെ സോഷ്യലിസ്റ്റ് ഐഡിയോളജി വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തു, പ്രത്യേകിച്ച് 1930s. അതിന്റെ ഭാഗമായിട്ട് at a meeting held under chairmanship of Jayaprakash Narayan in Bombay in 1934. In 1934, the Congress Socialist Party was formed. അപ്പോൾ ആ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജിയുടെ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ 1934 ബോംബെയിൽ വെച്ച് ആരുടെ നേതൃത്വത്തിൽ? ജയപ്രകാശ് നാരായൺ, JP എന്നാണ് അദ്ദേഹം ഷോർട്ടായിട്ട് അറിയപ്പെട്ടത്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബോംബെയിൽ വെച്ച് 1934
കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഫോം ചെയ്യുന്നു. അദ്ദേഹം കോൺഗ്രസ്സുകാരായിരുന്നു. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം പോയി ഇങ്ങനെ ഒരു സംഘടന ഫോം ചെയ്തു. ആൻഡ് ദിസ് ന്യൂ ഓർഗനൈസേഷൻ പ്ലേഡ് എ ഡിസൈസീവ് റോൾ ഇൻ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നമ്മൾ പഠിച്ചു. ആ സമരം തുടങ്ങുമ്പോഴേക്കും എല്ലാ ഗാന്ധിയും നെഹ്റുവും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാ നേതാക്കന്മാരും ജയിലിൽ ഇരിക്കുന്ന സമയത്ത് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഒരു വലിയ നേതൃത്വം കൊടുത്തത് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരാണ്. അതിന്റെ നേതാക്കന്മാരായിട്ടുള്ള ജയപ്രകാശ് നാരായണും അതേപോലെ അരുണ ആസഫ് അലി, ഈ രണ്ടാളുകളാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകന്മാർ. അതിൽ അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ഉത്തരം അതാ. നമുക്ക് ഇവിടെ ചോദിക്കൂല, മറ്റ് എന്തെങ്കിലുമൊക്കെ GK അങ്ങനെയുള്ള ക്വിസ് മത്സരങ്ങളിലൊക്കെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് അരുണ ആസഫ് അലിയാണ്. അപ്പോൾ അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായൺ അതേപോലെയുള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളുകളാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് യഥാർത്ഥത്തിൽ അല്പമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയത്. Okay, when Gandhiji and other top leaders of the Congress were arrested, ഗാന്ധിയും അങ്ങനെയുള്ള കോൺഗ്രസിന്റെ പ്രധാന നേതാക്കന്മാരൊക്കെ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ സോഷ്യലിസ്റ്റ് പാർട്ടി ലീഡേഴ്സ് ലൈക്ക് ജയപ്രകാശ് നാരായൺ ആൻഡ് അരുണ ആസഫ് അലി ലെഡ് ദി മൂവ്മെന്റ് ഫ്രം ദിയർ ഹൈഡൌട്ട്സ്. അതായത് ഒളിവിലിരുന്നു കൊണ്ട്, പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും, അപ്പോൾ ഒളിവിലിരുന്നു കൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ആളുകളാണ് ജയപ്രകാശ് നാരായൺ അതേപോലെ അരുണ ആസഫ് അലി തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ലീഡേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് പാത്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിയൻ സമരങ്ങളുമായി ഭിന്നിച്ച് നിൽക്കുന്ന, വേറിട്ട് നിൽക്കുന്ന ആളുകളെ പറ്റി, പ്രസ്ഥാനങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാളെ പറയാതെ ആ ഒരു ഭാഗം എന്താവൂല, പൂർണ്ണമാവൂല. ആ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഒരു പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വം അല്ലെ. നമുക്ക് നോക്കാം, ഇവിടെ ഒരു വലിയൊരു പാരഗ്രാഫ് തന്നെ അദ്ദേഹത്തെ പറ്റി മാത്രം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, at various stages of national movement, Subhash Chandra Bose expressed his difference of opinion on Gandhian ideas of struggle. അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ ദേശീയ സമരങ്ങളുടെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒക്കെ പല സാഹചര്യങ്ങളിലും പല സന്ദർഭങ്ങളിലും ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, quitting the Congress, he formed a political party called Forward Bloc. സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്, കോൺഗ്രസ് വിട്ട ശേഷം അദ്ദേഹം രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്, ഫോർവേഡ് ബ്ലോക്ക്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ ഓർക്കുക. ഹി ഫോംഡ്, സുഭാഷ് ചന്ദ്രബോസ് ഫോംഡ് എ പൊളിറ്റിക്കൽ പാർട്ടി കോൾഡ് ഫോർവേഡ് ബ്ലോക്ക്. പിന്നെ ഹി ടുക്ക്, രണ്ടാമത്തെ പോയിന്റ്, ഹി ടുക്ക് ദി ചാർജ് ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി formed by Rash Bihari Bose to attain freedom for India. Rash Bihari Bose സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചാർജ് പിന്നീട് ആര് ഏറ്റെടുത്തു? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ഓക്കെ, അപ്പൊ INA ആരുണ്ടാക്കിയതല്ല, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കിയതല്ല, അതിന്റെ ചാർജ് അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. INA വാസ് ഫോംഡ് ബൈ റാഷ് ബിഹാരി ബോസ്. ഓക്കെ, അപ്പൊ INAയുടെ ചാർജ് അദ്ദേഹം ഏറ്റെടുത്തു. പിന്നെ he formed a provisional government. He formed a provisional government for free India in Singapore with the aim of forcing the British to quit India. ശ്രദ്ധിക്കണം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ്, ഒരു താൽക്കാലിക ഗവൺമെന്റ് സിംഗപ്പൂർ ആസ്ഥാനമാക്കി അദ്ദേഹം ഉണ്ടാക്കി. നിസ്സാര കാര്യങ്ങളല്ല. ഓക്കെ, അന്നത്തെ കാലത്ത് സിംഗപ്പൂരിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുക, ഒരു താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാക്കിയാര്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ ഓർത്തു വെക്കാനുണ്ട്. എന്തൊക്കെയാ പറഞ്ഞത്? ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടാക്കി, INAയുടെ ചാർജ് ഏറ്റെടുത്തു അല്ലെ. പിന്നെ he formed a provisional government in Singapore. Okay, with the aim of forcing the British to quit India. ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിട്ട് പോവാൻ നിർബന്ധിക്കാനും അവരോട് സമരം ചെയ്യാനും യുദ്ധം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് അദ്ദേഹം ഫോം ചെയ്തു. പിന്നെ ദി ഇന്ത്യൻ നാഷണൽ ആർമി ഹാഡ് എ വിമൻ വിങ്. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വനിതാ വിഭാഗം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഝാൻസി റെജിമെന്റ്.
ഝാൻസി റാണിയുടെ പേരിന് എടുത്തുള്ള ഝാൻസി റെജിമെന്റ്. ഓക്കെ, ആ ഝാൻസി റെജിമെന്റിന്റെ ചാർജ് ഒരു മലയാളിയായിട്ടുള്ള ഒരു സ്ത്രീക്കായിരുന്നു, വനിതക്കായിരുന്നു. അവരുടെ പേരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. എ കേരളൈറ്റ് വാസ് ഇൻ ചാർജ് ഓഫ് ദിസ് റെജിമെന്റ്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റും കൂടി നമ്മൾ ഓർക്കുക. INA ചാർജ് ഏറ്റെടുത്തു. ആ INAക്ക് ഒരു വിമൺ വിങ് ഉണ്ടായിരുന്നു, വനിതാ വിഭാഗം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഝാൻസി റെജിമെന്റ് ഓർ ഝാൻസി റാണി റെജിമെന്റ്. അതിന്റെ ചാർജ് ആർക്കായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു അതിന്റെ ചാർജ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിന്റ്, വിത്ത് ദി സപ്പോർട്ട് ഓഫ് ജപ്പനീസ് ആർമി, with the support of Japanese army, the Indian National Army marched to the east-west border of India and hoisted Indian flag in Imphal. Okay, ജപ്പനീസ് ആർമിയുടെ, ജപ്പാൻ സൈന്യത്തിന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ INA, ഇന്ത്യൻ നാഷണൽ ആർമി, എവിടം വരെ മാർച്ച് ചെയ്തു? ഇന്ത്യയിലേക്ക് മാർച്ച് ചെയ്ത് നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് ബോർഡർ വരെ എത്തുകയും ഇന്ത്യയുടെ പതാക ഇംഫാലിൽ ഇന്ത്യയുടെ പതാക നാട്ടുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ നേരിടാൻ വേണ്ടി ജപ്പാൻ സൈന്യത്തെ കൂട്ടുപിടിച്ചാണ് ആര് വരുന്നത്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി വരുന്നത്. എന്നിട്ട് ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ബോർഡറിൽ, ഓക്കെ, ഈസ്റ്റ് വെസ്റ്റ് ബോർഡറിൽ അദ്ദേഹം എത്തുകയും ഇംഫാലില് പിന്നെ പതാക, ഈസ്റ്റ് വെസ്റ്റ് ബോർഡർ അല്ല വരിക, അത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നോർത്ത് ഈസ്റ്റ് ബോർഡർ എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ മിസ്റ്റേക്ക് ആണ്. നോർത്ത് ഈസ്റ്റ് ബോർഡറിൽ എത്തുകയും, ഈസ്റ്റ് വെസ്റ്റ് ബോർഡർ എന്ന് പറഞ്ഞൊരു ബോർഡർ ഒരിക്കലും എവിടെ ഉണ്ടാവില്ല, കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ഈസ്റ്റും വെസ്റ്റും. ഓക്കെ, അപ്പൊ നോർത്ത് ഈസ്റ്റ് ബോർഡർ ആണ്. നോർത്ത് ഈസ്റ്റ് ബോർഡറിൽ എത്തി ഇംഫാലിൽ ഇന്ത്യയുടെ പതാക നാട്ടുകയും ചെയ്തു. അപ്പോൾ ഒരു 4-5 പോയിന്റ്സ് നമുക്ക് സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർക്കാം അല്ലെ. എന്തൊക്കെയായിരുന്നു? ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടാക്കി, ഒരു പോയിന്റ്. INA ചാർജ് ഏറ്റെടുത്തു, രണ്ടാമത്തെ പോയിന്റ്. ആൻഡ് ഹി ഫോംഡ് എ പ്രൊവിഷണൽ ഗവൺമെന്റ് ഇൻ സിംഗപ്പൂർ, തേർഡ് പോയിന്റ് ആണ്. പിന്നെ ഇതിന്റെ ഒരു വിമൺ വിങ് ഉണ്ടായിരുന്നു, INA വിമൺ വിങ്ങിന്റെ കാര്യം പറയാ, ഝാൻസി റാണി റെജിമെന്റ്, ആൻഡ് ക്യാപ്റ്റൻ ലക്ഷ്മി വാസ് ഇൻ ചാർജ്, ആ ഒരു പോയിന്റ് ആയി. പിന്നെ with the help of Japanese army or with the support of Japanese army, INA marched to the northeast border of India and hoisted Indian flag in Imphal. ഇംഫാലില് ഇന്ത്യൻ പതാക നാട്ടുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഈ യൂണിറ്റിൽ അവശേഷിക്കുന്നുണ്ട്, അത് പക്ഷെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിട്ടുള്ളത് എന്താ? നോക്കിയിട്ടുള്ളത് ആൾട്ടർനേറ്റീവ് പാത്സ് ആണ്. ഗാന്ധിയൻ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായി മാറി ചിന്തിച്ച, മാറി നടന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ പറ്റി, പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ ഒരു ക്ലാസ് ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു.